ഇതിന് ഈ പൂങ്കുലച്ചാഴിയുടെ ഉദരം ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഈ വർഷം അത് കണ്ടപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ നല്ല കൊലയായി. അതിന് മുമ്പേ കൊലച്ചു. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് വരുമാനം കിട്ടി. 48 കിലോ അടയ്ക്കാൻ ഞങ്ങൾക്ക് ഉണക്കാടൊക്കെ കിട്ടി. അപ്പോൾ ഈ വേനൽക്കാല സംരക്ഷണം എങ്ങനെയാണ്? ജലസേചനം ചെയ്യുന്നുണ്ടോ? വെള്ളം നനയ്ക്കുക. പിന്നെ ഇത് ഓരോ സെക്ഷനായിട്ട് 3 ദിവസം കൂടുമ്പോൾ ഓരോ റൗണ്ട് വരും. 3 ദിവസം കൊണ്ട് നനയ്ക്കാം. ഓരോ റൗണ്ടിലേക്ക് വരും. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനിക്കടുത്ത കിണർമുക്ക് എന്ന സ്ഥലത്താണ്. അവിടെ എത്തിച്ചേരാനുള്ള കാരണം നമ്മൾ ഒരു പുതിയതല്ല, നേരത്തെ ഉള്ളൊരു കൗങ്ങിനമാണ് ഇന്റർ മോഹിത് നഗർ എന്ന് പറഞ്ഞാൽ. അത് കൃഷി ചെയ്ത ഒരു കൃഷിക്കാരനുമായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതാണ്. അത് നമ്മുടെ ഫാമിൽ തന്നെ കൊണ്ടുപോയി വെച്ച് കൃഷി ചെയ്ത ഒരു കവുങ്ങാണ്. അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചറിയുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ കൃഷിക്കാരൻ നമ്മളെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മത്തായി ചേട്ടാ, നമ്മുടെ ഫാമിൽ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളെ. ഇപ്പോൾ ഈ കവുങ്ങ് കൃഷി ചെയ്തിട്ട് എത്ര വർഷമായി? ഇത് 4ാമത്തെ വർഷം ആയി വെച്ചിട്ട്. ഏതനത്തിൽപ്പെട്ട കവുങ്ങാണ്? ഇന്റർ മോഹിത് നഗർ. അപ്പം എപ്പം മുതൽ ഇത് കുലയ്ക്കാൻ തുടങ്ങി? കഴിഞ്ഞ വർഷം മുതൽ നല്ല കൊലയായി. അതിന് മുമ്പേ കൊലച്ചു. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് വരുമാനം കിട്ടി. 48 കിലോ അടയ്ക്കാൻ ഞങ്ങൾക്ക് ഉണക്കാടൊക്കെ കിട്ടി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 2.5 വർഷം കൊണ്ട് ഇത് ഇതിനകത്ത് കൊല വന്നു. കാരണം വെച്ചാൽ അതേപോലെ നോക്കി നമ്മുടെ ശരിയായ രീതിയിൽ സംരക്ഷണം വളപ്രയോഗം ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് തോട്ടം നോക്കിയാൽ അറിയാം, നല്ല രീതിയിൽ ഇതിൻ്റെ അടിയിലെല്ലാം വളം ചെയ്ത് ഇപ്പോഴും നല്ല കറുത്ത് നല്ല മണ്ണും നല്ലതാണ്. അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടാണ് നമുക്ക് 2.5 വർഷം കൊണ്ട് ഇത് കൊലയ്ക്കുകയും അടയ്ക്ക നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം എന്ന് പറഞ്ഞാൽ അടക്ക പൊഴിഞ്ഞു പോകുന്നില്ല ഈ ഒരു സാധനത്തിന്. എന്നാൽ ബാക്കിയുള്ള നാടൻ കിഴങ്ങുണ്ട് 1-2 അതിൽ പിന്നെയും പൊഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് പൊഴിഞ്ഞു പോകും. ഈ കൊട്ടടക്ക ഉണക്കി കഴിഞ്ഞപ്പോൾ കൊട്ടോറെ എങ്ങനെയുണ്ട്? അങ്ങനെ പറഞ്ഞാൽ ഈ നമ്മൾ കവുങ്ങ് പുതിയതായിട്ട് കുലച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് വർഷത്തേക്ക് അതിൻ്റെ അടക്ക നമ്മൾ പൊളിച്ച് കഴിയുമ്പോൾ പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ കൊട്ടടക്ക നമ്മുടെ ഇതില്ലേ ഉണങ്ങി അതിനകത്ത് ഒരു ചെറിയ ഇങ്ങനെ വിരിച്ചിലുണ്ടാവും. ഇല്ല, അങ്ങനെ കണ്ടിട്ടില്ല. അത് ചിലതിന് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്റർ മോഹിത് നഗറിന് ഇല്ല എന്ന് അതിൻ്റെ ചുരുക്കം. അപ്പോൾ ഇത് ഏകദേശം എത്ര കവുങ്ങുണ്ട്? ഇത് 200ഓളം കഴുകുന്നുണ്ട്. 200 കവുങ്ങുണ്ടല്ലേ? എല്ലാം തന്നെ നല്ല കൊലയാണ്. ഇപ്പം നോക്കിയാൽ അറിയാം. ഇതിപ്പം തന്നെ ഇത് ഈ രീതിയിൽ കിട്ടുമ്പോൾ നമ്മൾ ഇനി ശരിയായ രീതിയിലേക്ക് ഉൽപ്പാദനത്തിൽ വരുന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കാണാം. ഇതിനകത്ത് ഇല്ലാത്തതൊന്നുമില്ല. ചേനയുണ്ട് വെച്ചിട്ട്, അതിന് കുരുമുളകുണ്ട്, നല്ല വരിക്കപ്പിലാവുണ്ട്, റംബുട്ടാൻ്റെ ചെടിയുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇത്രയും കവുങ്ങ് വെച്ച് പപ്പായ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഈ കവുങ്ങ് കൃഷി ചെയ്തിട്ട് ഇത്ര ഉൽപ്പാദനം കിട്ടുന്നത് നല്ല രീതിയിൽ. കാരണം ഇതിന് കുറച്ച് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഈ മരങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ കുറച്ചും കൂടെ അത് ഡാർഫായിട്ട് തന്നെ നിൽക്കും. കാരണം ഈ മരങ്ങളുള്ളത് കൊണ്ടാണ് തേക്ക് നിൽപ്പുണ്ട് അവിടെ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് ഹൈറ്റ് വെച്ചാൽ ഇത്രയും വെക്കുകയില്ല. കുരുമുളകൊക്കെ ആണെങ്കിൽ നല്ല പിടുത്തമുണ്ട്. നമ്മുടെ മിക്സഡ് കൃഷിയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല ഉൽപ്പാദനം തരുന്ന കവുങ്ങുകളാണ് ഇന്റർ മോഹിത് നഗർ. അപ്പം ഇതിൻ്റെ നമ്മളിതുവരെ ഇന്റർ മോഹിത് നഗറിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ സ്ഥിരമായിട്ട് കസ്റ്റമറാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. നമ്മുടെ സിയേട്ടന് ഏകദേശം ഒരു 25-30 വർഷം മുമ്പേ പരിചയമുള്ളതാണ്. ബൈപ്പേരത്ത് ജിതിൻ്റെ നഴ്സറി ആണ്. അവിടെ നിന്നാണ് ഞാൻ ഏത് സാധനം ആവശ്യമെന്ന് പറഞ്ഞാൽ ആ അച്ഛൻ്റെ ഫാമിൽ പോയിട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ ഞാൻ കൊണ്ടുവന്നത് കണ്ട് ഇത്രയും അടയ്ക്ക കിട്ടിയപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം ഇത് എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് ചോദിക്കുക. അന്നേരം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നതെന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞു വൈപ്പേരത്താണ്, നമ്മുടെ ജിതിൻ റബ്ബർ നഴ്സറിയാണ് എന്ന് പറഞ്ഞാൽ അവർ പലരും പോയി മേടിക്കും. എന്താ അഭിപ്രായം ഉണ്ടെങ്കിൽ അച്ഛനെ വിളിച്ച് ചോദിക്കും. അച്ഛൻ അതിന് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും. ഇന്നത് വളരെ ഇന്നത് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ഒരു ദോഷവുമില്ല. നല്ല രീതിയിൽ നല്ല പുഷ്ടിയോടുകൂടി കായ്ഫലമുണ്ട്. നമ്മൾ പൊതുവിൽ വെച്ചാൽ കൃഷിക്കാർ എന്ത് കാര്യങ്ങളും നമ്മളോട് സംശയം ചോദിച്ചാൽ നമുക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. ഇല്ല എങ്കിൽ നമുക്ക് ഇതിൻ്റെ വിദഗ്ധന്മാരുണ്ട്, അവരോട് ചർച്ച ചെയ്ത ശേഷം നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ കൃഷിക്കാർക്ക് അത് പകർന്നു കൊടുക്കുന്നതായിരിക്കും. കാരണം വെച്ചാൽ ഇന്നിപ്പം പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അവർക്ക് കൃഷിയോട് കൂടുതൽ അറിയത്തില്ല, താല്പര്യം കുറവാണ്. വരുന്നവർക്ക് തന്നെ ഇതിന് ABCD അറിയത്തില്ല. ഇപ്പോൾ
ചില ആൾക്കാരൊക്കെ കവുങ്ങ് വെച്ച് കഴിഞ്ഞാൽ 3 അടി കുഴി എടുത്തിട്ട് അത് മൂടിയിട്ടാണ് കവുങ്ങ് വെക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും കവുങ്ങ്, തെങ്ങ് ഇതൊന്നും കുഴി മൂടിയല്ല വെക്കുന്നത്. റംബുട്ടാൻ, പ്ലാവ്, മാവ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്, ജാതി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ കുഴിയെടുത്ത് വളവിട്ട് മൂടിയ ശേഷം വെക്കുന്നത്. ഇങ്ങനെയുള്ള പനവർഗത്തിൽപ്പെട്ട ചെടികളൊന്നും നമ്മൾ കുഴി മൂടിയല്ല വെക്കാണ്ട് പരമാവധി ആഴമെടുത്ത് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ നല്ല അകലം പാലിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം എത്ര അടിയാണുള്ളത്? 9 അടി. 9 അടി. നമ്മൾ പറയുന്നത് 10 അടിയാണ്, എന്നാൽ 9 അടി കുഴപ്പമില്ല. 9 അടിക്കാണ് വെച്ചിരിക്കുന്നത്. കുഴി എത്ര ആഴത്തെടുത്തായിരുന്നു? ഒരു 3/4 കോല്. 3/4 കോല് അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് ഇത് കവുങ്ങ് കൊണ്ടുവന്ന് വെച്ച് കുഴിയെടുത്ത് എങ്ങനെയാണ് അതിൻ്റെ നിങ്ങൾ നടുന്ന രീതി എങ്ങനെയായിരുന്നു? നടുന്ന രീതി എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് റൗണ്ടിലാണ് കുഴി, അല്ലാണ്ട് സമചതുരമല്ല. റൗണ്ടിൽ കുഴിയെടുത്തു. പിന്നെ അവിടെ നിന്ന് അടക്കയുടെ വെക്കുമ്പോൾ ഒരു അടക്കയുടെ കുഴിയും കൂടെ, കൊട്ടക്കുഴി, നമ്മൾ പറഞ്ഞ കൊട്ടക്കുഴി, കുഴി കുഴിച്ച് നമ്മൾ 2.5 ഫീറ്റിന് അല്ല കുഴിയെടുത്ത് 3/4 കോല് കുഴിയെടുത്ത് അതിൻ്റെ അകത്ത് ഒരു ചെറിയ കൊട്ടക്കുഴി എടുത്ത് എന്നിട്ട് മണ്ണിട്ട് ആ കൊട്ടക്കുഴി മൂടി അതിന് ചുറ്റും വളമിട്ട് കൊടുത്തു. അന്നേരം വിട്ടു. അച്ഛൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന ആ വളം എടുത്തു, ജൈവവളം. നല്ല സൂപ്പറാ. അതിട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഒരു വേനലേക്ക് വരുന്ന സമയമാകുമ്പം നമ്മൾ മറ്റേ ഈ പച്ചച്ചാണകം പുളിപ്പിച്ചതും പിന്നെ കടലപ്പിണ്ണാക്കും കൂടെ പൊടിപ്പിച്ച് അതും കൂടെ ഒന്ന് സൂപ്പറാ. അത് ഇട്ടതിന് ശേഷം അതാ 3ാമത്തെ കൊല്ലം കായ്ക്കാൻ 2 വർഷം അത് അടുപ്പിച്ച് ഞാൻ ചെയ്തു. അത് ഓരോ കപ്പ് ഓരോ ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തു. ചാണകവും കടലപ്പിണ്ണാക്കും കൂടെ പുളിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ. നമ്മൾ സാധാരണ ചെയ്യുന്നത് ചാണകം അല്ലെങ്കിൽ പിണ്ണാക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം അന്നേരം തന്നെ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു 4 ദിവസം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ബാക്ടീരിയ എല്ലാം കൂടുതൽ ഉണ്ടാകും. നല്ല നമ്മുടെ കൃഷിക്ക് അനുയോജ്യം, നല്ല ഇത് ഗുണപ്രദമായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് പുളിപ്പിച്ചിട്ടൊരു 4 ദിവസം കഴിഞ്ഞാണ് ഏറ്റവും നല്ലത്. അങ്ങനെ പിന്നെ ഇപ്പം മഴ തുടങ്ങിയ സമയത്ത് തടമൊക്കെ എല്ലാം വൃത്തിയാക്കി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇപ്പം വളം ചെയ്തിട്ടുണ്ട്. പച്ചച്ചാണകം ഇട്ട് കൊടുത്തു. ഇപ്പം പച്ചച്ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മഴ തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പേ പച്ചച്ചാണകം എല്ലാം ഇട്ട് കൊടുത്തു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇംഗ്ലീഷ് വളം ചെയ്യലേ ഇല്ല. അപ്പോൾ ഈ വേനൽക്കാല സംരക്ഷണം എങ്ങനെയാണ്? ജലസേചനം ചെയ്യുന്നുണ്ടോ? വെള്ളം നനയ്ക്കുക. പിന്നെ ഇത് ഓരോ സെക്ഷനായിട്ട് 3 ദിവസം കൂടുമ്പോൾ ഓരോ റൗണ്ട് വരും. 3 ദിവസം കൊണ്ട് നനയ്ക്കാം, ഓരോ റൗണ്ടിലേക്ക് വരും. പിന്നെ ബാക്കിയും കൂടെ നനയ്ക്കാനുള്ളത് കൊണ്ടാണ് 3 ദിവസം എടുക്കുന്നത്. പൊതയൊന്നും ഇടൂല, ഇതുപോലെ തന്നെ എല്ലാം ഓപ്പണായിട്ട്. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞാൽ അടിപാറയല്ലേ? അത് 2 കോല് കഴിഞ്ഞാൽ പാറയാണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സാധാരണ ഫുള്ള് മണ്ണിൽ നിൽക്കുന്ന സ്ഥലമല്ല. നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള ഒരു പ്രത്യേകത പറഞ്ഞാൽ ചീങ്കൽ പ്രദേശമാണ് ഈ ഭാഗങ്ങളെല്ലാം. അപ്പം ഒരു ഏകദേശം ഒരു 1.5 മീറ്റർ 2 മീറ്റർ കഴിഞ്ഞാൽ മുഴുവൻ ചീങ്കയായിരിക്കും. അപ്പോൾ അതിന് മുകളിലാണ് നിൽക്കുന്നത്. അതാണ് അതിൻ്റേതായ പ്രത്യേകത. നമ്മുടെ സാധാരണ ഒരു മണ്ണിൽ നിന്ന് വളർന്നു വരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ മണ്ണിൽ കയറി വരുന്നുണ്ട്. അത് അത്രയും സംരക്ഷണം കൊടുക്കുന്നതുകൊണ്ടാണ്. മഴക്കാലത്ത് നല്ല വളപ്രയോഗവും വേനൽക്കാലത്ത് ഉണക്കിനെ പ്രതിരോധിക്കാനുള്ള ജലസേചനവും എല്ലാം കൊടുത്ത് നല്ല ശരിയായി സംരക്ഷിക്കുന്നതുകൊണ്ടാണ് 2.5 വർഷം കൊണ്ട് ഈ കവുങ്ങ് കുലയ്ക്കാനും ഉൽപ്പാദനം തരാനുള്ള കാരണം. അപ്പോൾ അതേപോലെ സംരക്ഷിക്കുന്നുണ്ട് മത്തായി ചേട്ടൻ. അപ്പം വേറെ എന്നാ ഇത് പറയാൻ, നമ്മുടെ കൃഷിക്കാരോട് പറയാനും വല്ലതും ഉണ്ടോ? ഇങ്ങനെ നിങ്ങൾക്ക് കൃഷിയുടെ അനുഭവത്തിൽ കൂടെ വല്ലതും? ഇപ്പം ഇതിൽ പല ആൾക്കാരും പല കാര്യങ്ങൾ പറയും, ഈ കൃഷിയായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഉള്ള അനുഭവങ്ങൾ പലർക്കും പല അനുഭവങ്ങളായിരിക്കും നമ്മുടെ കൃഷിയിൽ നിന്ന് കിട്ടുന്നത്. അത് ചിലർക്കത് പലർക്കും ഈ നമ്മൾ കേൾക്കുന്ന പ്രേക്ഷകർക്കൊക്കെ പലപ്പോഴും പലർക്കും ഗുണപ്രദമായിരിക്കും. പല കാര്യങ്ങൾ ഈ കിട്ടാത്ത അറിവുകളായിരിക്കും. അപ്പം പലർക്കും പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും. പരമാവധി ഇംഗ്ലീഷ് വളം ചെയ്യാതിരിക്കുക. ഏറ്റവും നല്ല പച്ചച്ചാണം കിട്ടുവാണെങ്കിൽ മഴ തുടങ്ങുമ്പോഴേ അതിനകത്ത് ചെയ്താൽ അത് മതി. അപ്പോൾ അത് ഒരു 2 പ്രാവശ്യമായിട്ട് ഇടുക. അതൊന്ന് മഴ തുടങ്ങുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക. ബാക്കി എവിടെയെങ്കിലും നമ്മൾ പ്ലാസ്റ്റിക് സാധനം, ഇപ്പം ഞാനത് അവിടെ പച്ചച്ചാണം ഇട്ടിട്ട് പ്ലാസ്റ്റിക് ഇട്ട് മൂടി വെച്ചേക്കുക. ഇനിയൊരു ഈ മാസം ആകുമ്പോൾ ഞാൻ വീണ്ടും ആ പച്ചച്ചാണം ഇട്ട് കൊടുക്കും. ഇത് ഈ 2 വളയേ ഉള്ളൂ. 2 പ്രാവശ്യം വളം ചെയ്യും. ഈ പച്ചച്ചാണം തന്നെ അതിൽ ചെയ്യും. നേരത്തെ ഞാൻ മേടിച്ച് സ്റ്റോക്ക് ചെയ്തിടും. അത് മാത്രമേ ചെയ്യുള്ളൂ. പറമ്പിൽ ഒരു 5-6 വർഷത്തിന് ശേഷം ഒന്നും ഇംഗ്ലീഷ് വളം ഈ പറമ്പിൽ കയറ്റല്ല. അതുകൊണ്ട് ഇത്രയും നീളമുള്ള ഇരയാ നമ്മുടെ പറമ്പിൽ കൂടെ രാത്രി മുറ്റത്ത് പോകുന്നത്. അതാണ് നല്ലത്. നമ്മൾ ഈ ആൾക്കാർക്ക് അറിയാൻ മേലാത്ത കാര്യമാണ്. നമ്മൾ ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോൾ ഉപ്പാണ്. അത് ചെല്ലുമ്പോഴത്തേക്കും മണ്ണിൽ നശിച്ചു പോകും. ഈ മണ്ണിലുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മണ്ണിൽ ഒരിക്കലും നേർദിശയിൽ സഞ്ചരിക്കാറില്ല.
ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതെ അത് ഇങ്ങനെ വന്ന് യു ആകൃതിയിലാണ്. അതെ അതെ ഈ ഇത് വരുമ്പോൾ അതിൻ്റെ വിസർജി എന്ന് പറഞ്ഞാൽ വളമാണ്. അത് കൂടാതെ ഈ മണ്ണിര പോകുന്ന വഴികളെല്ലാം വായുസഞ്ചാരം ഉണ്ടാവും. ഉണ്ട് 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 ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അത് ആൾക്കാർ പലർക്കും ധാരണയില്ല. ഇപ്പം രാസവളം ഉപയോഗിക്കുമ്പോൾ പെട്ടെന്നൊരു ഉൽപ്പാദന വർധനമുണ്ടാവും. ഉണ്ടാവും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കുറയും. പറയും ജൈവവളം ഉപയോഗിക്കാനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഓവറായിട്ട് കൂടത്തില്ല, എന്നാൽ കുറയത്തുമില്ല. ആവറേജ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഇന്ന് ഞങ്ങളോട് അവിടെ വരാനും ഞങ്ങളുടെ കാര്യങ്ങളിൽ ഷെയർ ചെയ്യാനും കാണിച്ച സന്മനസ്സിന് നന്ദി. എപ്പോഴും ഓക്കെ. അപ്പോൾ പ്രിയ കർഷക സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇൻ്റർമോഹിതറുണ്ട്. മാത്രമല്ല വേറെ 7 വെറൈറ്റികളുണ്ട്. ഇൻ്റർമംഗള, ചവറദാന്, സ്വർണ്ണമംഗള, അല്ലെങ്കിൽ പിന്നെ രത്നഗിരി, കാസർഗോഡൻ, മോഹിത് നഗർ, ശതമംഗള, ഈ ഇനത്തിൽപ്പെട്ട എല്ലാ കവുങ്ങുന്തൈയും നമ്മുടെ ലഭ്യമാണ്. 8 വെറൈറ്റി ഉണ്ട്. അപ്പോൾ ആവശ്യക്കാർ നമ്മുടെ നഴ്സറിയുമായിട്ട് ബന്ധപ്പെടുക. അതിൻ്റെ താഴെ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിക്കുക. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ.